പശ്ചിമേഷ്യൻ സംഘർഷം അറുതിയില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് വാണിജ്യ LPG ക്ഷാമം ജനജീവിതത്തെ സാരമായി ബാധിച്ചു തുടങ്ങി. സകല മേഖലകളിലേക്കും പ്രതിസന്ധി വ്യാപിക്കുകയാണെന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ പറഞ്ഞു. കേരളത്തിൽ പലയിടത്തും ഹോട്ടലുകൾ അടച്ചുപൂട്ടാനൊരുങ്ങുകയാണ്. ഇതോടെ തൊഴിൽ നഷ്ടമെന്ന ഗുരുതര പ്രതിസന്ധിയെ കൂടി അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് രാജ്യം ഇപ്പോൾ. ഊർജ്ജ പ്രതിസന്ധി അതിരൂക്ഷമാവുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി നടപടികൾ കൈക്കൊള്ളുമെന്നാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ പറഞ്ഞിരിക്കുന്നത്. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയുന്നതിനായിട്ടുള്ള നീക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമാണ്. കൂടാതെ കേന്ദ്രത്തിന് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തും. ഈ LPG വാതകങ്ങൾ അടക്കമുള്ളവയിൽ വരുത്തിയ നിയന്ത്രണങ്ങൾ മാറ്റാൻ വേണ്ടി ഇതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് കത്തും അദ്ദേഹം അയച്ചിട്ടുണ്ട്. പാചകവാതക പ്രതിസന്ധി രൂക്ഷമാണ്. പല ഹോട്ടലുകളിലും 1-2 സിലിണ്ടറുകൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. എത്ര നാൾ ഇങ്ങനെ മുന്നോട്ടു പോകാനാകും എന്ന സംശയം അവർക്കുണ്ട്. പലരും വിറകടുപ്പിലേക്ക് മാറിക്കഴിഞ്ഞു. കാറ്ററിംഗ് യൂണിറ്റുകളും പ്രതിസന്ധിയിലാണ്. നോമ്പ് തുറക്കാൻ വിഭവങ്ങൾ ആവശ്യപ്പെടുന്ന ആളുകൾക്ക് മുന്നിലേക്ക് വെറും കൈയോടെ നോക്കി നിൽക്കേണ്ട അവസ്ഥയിലാണ് കാറ്ററിംഗ് യൂണിറ്റുകൾ. ഒരാഴ്ചയ്ക്കായി തിരയില്ലാണ്ട് വിറക് തന്നെയാണല്ലോ നോക്കല്. ഭയങ്കര പ്രശ്നമായിട്ടാണ് ഗ്യാസ് ഇല്ലാത്ത ഹോട്ടലുകാർക്ക് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത്. ഞാളെയൊക്കെ പണി ഭയങ്കര കഷ്ടത്തിലേക്കായി പോവുക. കൊച്ചിയിലെ ഒട്ടുമിക്ക ഹോട്ടലുകളും പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് അടച്ചുപൂട്ടിക്കഴിഞ്ഞു. അടച്ചു പൂട്ടാത്ത ഹോട്ടലുകളാകട്ടെ 3 നേരം ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ളത് മാറ്റി ഇപ്പോൾ 1 നേരത്തിലേക്കൊക്കെ ചുരുക്കിയിട്ടുണ്ട്. അതും വിഭവങ്ങളുടെ എണ്ണം പകുതിയോളമാക്കി കുറച്ചുകൊണ്ടാണ് പല ഹോട്ടലുകളും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പേടിയിൽ തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. കാരണം ഓൾമോസ്റ്റ് ഹോട്ടലുകളൊക്കെ സിറ്റിയിലുള്ളതൊക്കെ അടച്ചു കഴിഞ്ഞു. പാചകവാതകം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ട്രബിളിലാണ്. ഓരോ ഇത്ര ഫാമിലികൾ ഞങ്ങൾ ട്രബിളിലാണ്. ഈ രാജ്യത്ത് ആകമാനുള്ള ഗ്യാസിൻ്റെ പ്രതിസന്ധി നമ്മൾക്ക് വളരെ ഹോട്ടൽ മേഖലയിൽ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റെഗുലറായിട്ട് വരുന്ന 350-400 ഗസ്റ്റുകളുണ്ട് നമ്മളെ ആശ്രയിച്ചിട്ട് വരുന്ന ആളുകൾ. അപ്പോൾ അവർക്കും ഭക്ഷണം കൊടുക്കാൻ പറ്റാത്ത നമ്മൾ ബാഹ്യമായിട്ട് ഇപ്പോൾ വളരെ 700ഓളം പേർക്കുന്ന ആ ഒരു ഇതിൽ നിന്നും നേർപകുതിയിലേക്ക് നമ്മൾ പോവുകയാണ്. പിന്നെ വൈകുന്നേരം നമ്മൾ അടച്ചുപൂട്ടാണ്. കാരണം വെച്ചാൽ നമുക്കത് ഓടിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. പാചകവാതക ക്ഷാമം ഉടൻ പരിഹരിച്ചില്ല എങ്കിൽ ഇടുക്കി ഉൾപ്പെടുന്ന വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകും ഈ ദിവസങ്ങളിൽ ഉണ്ടാക്കുക. പല ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും വരും ദിവസങ്ങളിൽ അടയ്ക്കാനുള്ള സാധ്യതയാണ് ഉടമകൾ പറയുന്നത്. ഈ ഒരു സ്ഥിതിയിൽ പോവുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് അടച്ചിട്ട് നമ്മളൊക്കെ വീട്ടിലിരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. സമാനതകളില്ലാത്തതും ഒട്ടും പരിചിതവുമല്ലാത്ത പ്രതിസന്ധിയാണ് കൊച്ചിയെ കാത്തിരിക്കുന്നത്. തൊഴിലിനും മറ്റുമായി കൊച്ചിയിൽ ഒറ്റമുറി വീടുകളിലും മറ്റും താമസിക്കുന്ന ആളുകൾ നിരവധിയാണ്. ഇവർക്കൊന്നും അടുക്കളകളില്ല. ഭക്ഷണത്തിനായി എല്ലാവരും ആശ്രയിക്കുന്നത് ഹോട്ടലുകളെയാണ്. പക്ഷേ ഹോട്ടലുകൾ ഏതാണ്ട് 90% അടഞ്ഞു കിടക്കുന്നു. ബാക്കിയുള്ളവ ഇന്നോ നാളെയോ എന്ന നിലയിൽ നിൽക്കുന്നു.